അങ്ങനെ രേവതി അമ്പലത്തിനകത്തോട്ട് കയറി വരികയാണ്. ഇവർ രണ്ടുപേരെയും കാണാനില്ല. ഇതാ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പോയവരെ കാണാനില്ല. അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോഴാണ് രേവതി ആ കാഴ്ച കണ്ടൊന്ന് ഞെട്ടുന്നു കേട്ടോ. അയ്യോ, ഇതെന്താ? അതായത് ശ്രീകാന്തും വർഷയും കൂടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ഞാൻ എന്ത് സമാധാനം പറയും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് ഞെട്ടിപ്പോകുന്നു. സച്ചിയേട്ടനോട് ഞാൻ എന്ത് പറയും? എന്നെ ചതിച്ചതാണല്ലോ, എന്നെ പറ്റിച്ചതാണല്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത്, നീ എന്തിനാണ് എന്നോട് ഈ പണി പറ്റിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറ്റിച്ചത്? നിങ്ങൾ എന്നെ അറിഞ്ഞു വെച്ചും കൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് വന്ന്? എന്തിനാണ് ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ പറ്റിച്ചത്? സച്ചിയേട്ടൻ്റെ വായിൽ നിന്ന് വഴക്ക് കിട്ടാൻ, അച്ഛൻ്റെ വായിൽ നിന്ന് വഴക്ക് കിട്ടാനാണ്? ഏട്ടത്തി, അത് അങ്ങനെയല്ല ഏട്ടത്തി. നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് താമസിച്ച് കല്യാണം കഴിച്ചുകൂടെ? ഇങ്ങനെ ഇപ്പം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കുന്നതല്ലേ ഏറ്റവും ഉചിതം. ശ്രീകാന്ത്, നീ ഏറ്റവും കൂടുതൽ നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിൻ്റെ അച്ഛനെയാണല്ലോ നീ വഞ്ചിച്ചത്, നിൻ്റെ ചേട്ടനെയാണല്ലോ വഞ്ചിച്ചത്. അത് ചേട്ടത്തി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല. അത് വർഷയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഉടൻ തന്നെ വിവാഹം നടക്കും. അപ്പോൾ വർഷയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് ഏട്ടത്തി, ഞങ്ങളോട് ക്ഷമിക്കണം. എന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നിൻ്റെ അച്ഛനെ, എൻ്റെ മോനെ ആര് എന്ത് പറഞ്ഞാലും കേൾക്കും. അവൻ ഫ്രണ്ട്ഷിപ്പെന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ വർഷയായിട്ട് സ്നേഹത്തിലാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിൻ്റെ വർഷയുടെ അച്ഛൻ വന്നപ്പോഴും അവരോടും അച്ഛൻ എന്ത് ധൈര്യത്തോടെയാണ് പറഞ്ഞതെന്നറിയാമോ? അപ്പോൾ ഇവിടെ അടിപൊളി മാസ് ഡയലോഗൊക്കെയാണ് രേവതി നടക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രിയ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, ഭയങ്കരമായിട്ട് അങ്ങനെ ഇത് കണ്ട് കലി തുള്ളി നിൽക്കുകയാണ് നമ്മുടെ രേവതി. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം വെച്ചാൽ, രേവതിയുടെ കാലിൻ്റെ അടുത്ത് ഒന്ന് അനുഗ്രഹം ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞപ്പപ്പ രേവതി തട്ടി മാറ്റുന്നുണ്ട്. വേണ്ട, എൻ്റെ കാലിൻ്റെ അനുഗ്രഹം വേണ്ട, ഞാനിതിന് നിങ്ങളെ അനുവദിക്കുകയില്ല. നിങ്ങൾ വീട്ടുകാരെ അനുവദിക്കുക. നിങ്ങളുടെ വർഷം നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തി ഇതുവരെ ആക്കിയത്. നിനക്ക് അതിൻ്റെ ഒരു ബോധമെങ്കിലും ഉണ്ടോ? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് ഏട്ടത്തി വീട്ടിൽ കല്യാണം ഉറപ്പിച്ച് എനിക്ക് ശ്രീകാന്ത് ചേച്ചിക്ക് സച്ചിയേട്ടനോടുള്ള എത്രത്തോളം സ്നേഹമാണ് അതുപോലെതാണ് എനിക്ക് ശ്രീകാന്തിനോടുള്ള സ്നേഹം. എൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന എനിക്ക് ശ്രീകാന്തിനെ മാറ്റി വേറൊരാളിനെ നിയോഗിക്കാൻ എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് സാധിക്കുന്ന കാര്യമല്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചേച്ചി സച്ചിയേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിന് പോലെ തന്നെയാണ് ഞാൻ ശ്രീകാന്തിനെ സ്നേഹിക്കുന്നത്. എനിക്ക് ശ്രീകാന്ത് അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടെയായിരുന്നു. രേവു അടുത്തേക്ക് അപ്പോൾ പറഞ്ഞു, രേവുവിനെ നമ്മുടെ രേവതി ഒരുപാട് അടികൊക്കെ പോയി, നീയാണ് ഇതിൻ്റെ പിന്നിലല്ലേ? അത് ചേച്ചി ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചേട്ടത്തി ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്, അല്ലാതെ അവൾ ചെയ്യുന്നതല്ല. രേവുവിനെ തലങ്ങനെയും വിലങ്ങനെയും ശരിക്കും അടി നമ്മുടെ രേവതി കൊടുക്കുന്നുണ്ട്. ഇതിനാണ് നീ അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിനക്കിവിടെ നന്നായിട്ട് നടക്കാൻ വേണ്ടി അല്ലേ എന്നും കേട്ടുകൊണ്ട് ഒരുപാട് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രേവതിയെ എന്ത് ചെയ്യണം രേവതിക്കും അറിയില്ല. ഞാൻ സച്ചിയുടെ വായിൽ നിന്ന് എന്തൊക്കെ വഴക്ക്. ഞാനും അമ്പലത്തിൽ വന്ന് ഈ കാഴ്ചകൾ കാണേണ്ട ഒരു ഗതികേട് വന്നില്ലേ? അപ്പോൾ അതിന് ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ള ഒരു സച്ചിയായിട്ട് ഇത് അറിഞ്ഞാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വീട്ടിന് പുറത്തായിരിക്കും. ഞാനാണിതിന് സാക്ഷിയായിട്ട് ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് എനിക്ക്. അപ്പോൾ എന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പണി പറ്റിച്ചതല്ലേ, എന്നെ ചതിച്ചതല്ലേ, എന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഈ കുരുക്കിൽ കൊണ്ടിട്ടതും? എൻ്റെ സച്ചിയായിട്ട് ഇത് അറിഞ്ഞാൽ എന്നെ വെറുക്കില്ലേ എന്നൊക്കെ കേട്ടും കൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് മാസ് ഡയലോഗ് അങ്ങ് അടിക്കുകയാണ്. ഇതിനു വേണ്ടി ദേവുവിനോട് പറഞ്ഞു, നീ പോയി ജോലി നോക്ക്, നിൻ്റെ ജോലി നോക്ക്, നീ ഇതിനെല്ലാത്തിനും കൂട്ടുന്നു. അപ്പോൾ നീയാണ് ഇതിനെല്ലാത്തിനും കൂട്ടുന്നതല്ലേ, ഇങ്ങനെ നിൽക്കാവോ എന്ന് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടത്തി ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്, അല്ലാതെ ചെയ്യില്ല. ഏട്ടത്തി സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഏട്ടത്തി എന്തുമാത്രം സങ്കടത്തോടെയാണ് ഏട്ടനെ പുറത്തിറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഏട്ടത്തി എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഏട്ടത്തിയെ കുറിച്ചുള്ള പരിചയമുള്ളൂ എന്ന് വർഷ പറയുന്നുണ്ട്. എന്നാൽ ചേട്ടത്തി ചേച്ചി നല്ലൊരു സ്നേഹമുള്ളൊരു ചേച്ചിയാണെന്ന് എനിക്ക് നന്ന തന്നെ മനസ്സിലായി. അതുകൊണ്ട് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ വീട്ടിലുള്ള നിങ്ങളുടെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും എങ്ങനെ ക്ഷമിക്കും?
രേവതി തിരുമേനിയോട് ചോദിക്കുന്നു, തിരുമേനി എന്നോട് ഒരു വാക്കെങ്കിലും തിരുമേനിക്ക് പറയാമതി. അയ്യോ ഇന്ന് ഞാനല്ലായിരുന്നു ശാന്തിക്കാരൻ, ഈ ശാന്തിയാണ്. അപ്പോഴത്തേക്ക് ആ ശാന്തി പറയുന്നുണ്ട്, ദേവു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, വീട്ടുകാരിൽ നിന്ന് ഒളിച്ചു വന്നതാണെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഫ്രണ്ടിന് കല്യാണമുണ്ട്, അത് നടത്തി കൊടുക്കണമെന്ന് ദേവു പറഞ്ഞു. ദേവു ഇവിടുത്തെ കുട്ടിയല്ലേ, അപ്പോൾ പിന്നെ ദേവു പറയുന്നത് പോലെ ഞാൻ കേട്ടു എന്ന് ശാന്തിക്കാരൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞെട്ടി നമ്മുടെ രേവതി നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഇതിൽ